യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉടൻ തന്നെ അനുസരിക്കുന്നവർക്കാണ് അനുഗ്രഹം. എന്നെ അനുഗമിക്കുക എന്ന് യേശു ചുങ്കക്കാരൻ മത്തായിയോട് പറഞ്ഞു. മറ്റൊന്നും തിരിഞ്ഞു നോക്കിയില്ല. കേട്ട നിമിഷം തന്നെ ചാടി എഴുന്നേറ്റ് യേശുവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഇന്ന് പലരും ദൈവവിളി കേട്ടിട്ടും ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെയും പ്രവചനങ്ങളിലൂടെയും പലപ്പോഴായും ദൈവത്തിൻ്റെ വിളി മനസ്സിലാക്കിയിട്ടും പുറകെയുള്ള പലതിനെയും ഓർത്ത് യേശുവിനെ അനുഗമിക്കുവാൻ മടി കാണിക്കുന്നവരാണ്. മത്തായി യേശു വിളിച്ച ഉടൻ തന്നെ തൻ്റെ ലാഭകരമായ ജോലിയും ചുങ്കസ്ഥലവും ഉപേക്ഷിച്ച് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ഇത് പൂർണ്ണമായ സമർപ്പണത്തെയും അനുസരണത്തെയും കാണിക്കുന്നു. പലരും ജീവിതത്തിൽ ലാഭമെന്ന് കരുതിയിരിക്കുന്നതിനെയൊക്കെ വിട്ടുകളയുവാൻ തയ്യാറാവുന്നവരല്ല. യേശുവിനേക്കാൾ വലുത് മറ്റ് പലതുമായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. ദൈവത്തെക്കാൾ വില കൽപ്പിക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾക്കാണ്. വചനം പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അന്വേഷിക്കുന്നതിന് ആരും തയ്യാറല്ല. ആർഭാടപരമായ ജീവിതവും സുഖ സൗകര്യങ്ങളും ഒക്കെ നേടുവാൻ നെട്ടോട്ടമോടുമ്പോൾ യേശുവിനെ അനുഗമിക്കുവാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത്? യേശു കർത്താവ് തൻ്റെ ജീവൻ മുഴുവനായി നമുക്ക് വേണ്ടി തന്നപ്പോൾ ഇന്ന് പലർക്കും തങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ സമയമില്ലാത്തവരും മനസ്സില്ലാത്തവരുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ചുങ്കക്കാരൻ തൻ്റെ ജീവിതം പൂർണ്ണമായി യേശുവിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഉടനടിയുള്ള പൂർണ്ണമായ അനുസരണവും തൻ്റെ ജീവിതത്തിലുണ്ടായി. ഇന്ന് എത്ര പേർക്കാണ് പൂർണ്ണ സമർപ്പണമുള്ളത്? ഹൃദയത്തെ പൂർണ്ണമായി യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നതിന് പകരം പലതിനായും പങ്കുവച്ചല്ലേ ആയിരിക്കുന്നത്. വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അനുസരിക്കുന്നവർക്കാണ് അനുഗ്രഹം ലഭിക്കുന്നതെന്നാണ്. ജനങ്ങളെ ചൂഷണം ചെയ്തും പല വിധത്തിലും പണം നേടിയ ആൾ, റോമാക്കാർക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്ന ടാക്സ് കളക്ടർ, എത്ര വേഗത്തിലാണ് ഈ വ്യക്തി യേശുവിനെ അനുഗമിച്ചത്. ഇവരെയൊക്കെ പാപികളായും സമൂഹം ഒറ്റപ്പെടുത്തിയവരുമായാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ യേശുവിൻ്റെ സ്നേഹത്തോടെയുള്ള വിളി മനസ്സിലാക്കിയ ആൾ മറ്റൊന്നും തിരിഞ്ഞു നോക്കിയില്ല. സമൂഹം നിന്ദിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നവരെ യേശുവിന് വേണം. എല്ലാവരാലും തള്ളപ്പെട്ടും ഒതുക്കപ്പെട്ടും ആയിരിക്കുന്നവരെ യേശുവിന് വേണം. ആരുമില്ലല്ലോ, അനാഥരായി പോയല്ലോ എന്ന് ദുഃഖിക്കുന്നവരെ യേശുവിന് വേണം. യേശു തൻ്റെ യാത്രയിൽ നിങ്ങളെയും കൂടെ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാലാണ് ഈ ചുങ്കക്കാരനെ യേശു തൻ്റെ ശിഷ്യനാകാൻ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളം അറിയുന്ന ദൈവം നിങ്ങളെ മാടി വിളിക്കുകയാണ്. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറാണോ? യേശുവിലൂടെയുള്ള രക്ഷ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വചനം പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു എന്ന ഏക നാമം മാത്രം. ആ നാമത്തിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുവാൻ തയ്യാറായാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.